ത്രില്ലർ സിനിമകളിൽ മലയാളത്തിൽ പുതിയൊരു പാത ഉണ്ടാക്കിയ എഴുത്തുകാരനാണ് എസ്.എൻ. സ്വാമി. 1984 ചക്കരയുമ്മ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടായിരുന്നു തുടക്കം. തുടർന്നങ്ങോട്ട് റൊമാൻറ്റിക് ചിത്രങ്ങൾക്കായിരുന്നു സ്വാമി കൂടുതലും തിരക്കഥ എഴുതിയത്. അതിൽ നിന്നും മാറിയത് 1987 മോഹൻലാൽ, കെ. മധു എന്നിവർ ഒന്നിച്ച 20-ാം നൂറ്റാണ്ട് അതുവരെ ചെയ്തവയിൽ നിന്നും വ്യത്യസ്തമായ സിനിമയായിരുന്നു. ചിത്രത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രമായ സാഗർ എലിയാസ് ജാക്കിക്ക് ഇന്നും ആരാധകർ ഏറെയാണ്. എന്നാൽ ആ സിനിമ താൻ എഴുതേണ്ടതായിരുന്നില്ല എന്ന് വെളിപ്പെടുത്തുകയാണ് റേഡിയോ മാംഗോയിലെ സ്പോട്ട്ലൈറ്റ് എന്ന പരിപാടിയിലൂടെ. ഫാമിലി ടൈപ്പ് സിനിമകളിൽ നിന്ന് ആക്ഷൻ സിനിമകളിലേക്ക് മാറിയത് എങ്ങനെയാണെന്ന ചോദ്യത്തിന് സ്വാമിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: എൻ്റെ ആദ്യകാല സിനിമകളിൽ മൊത്തം കണ്ണീരും കിനാവുമൊക്കെയായിരുന്നു. പഴയ നടി മേനകയൊക്കെ എന്നോട് ചോദിക്കും, സ്വാമി ഗ്ലിസറിൻ എത്ര വേണമെന്ന്. അങ്ങനത്തെ സിനിമകളായിരുന്നു ഒരുപാട് ചെയ്തത്. അതുകഴിഞ്ഞ് ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് 20-ാം നൂറ്റാണ്ടാണ്. ആ സിനിമ ആക്സിഡൻ്റൽ ആയിരുന്നെന്നും സ്വാമി കൂട്ടിച്ചേർത്തു. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതേണ്ടിയിരുന്നത് ഡെന്നീസ് ജോസഫ് ആയിരുന്നു. പക്ഷേ അയാൾക്ക് നല്ല തിരക്കായിപ്പോയി. അപ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് മോഹൻലാലിൻ്റെ ഡേറ്റ് കെ. മധുവിനുണ്ടെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസറും റെഡിയാണെന്നും പറഞ്ഞു. മധുവിനെ ആ സമയത്ത് എനിക്കറിയാം. ഞാൻ എഴുതിയ 2-3 സിനിമകളിൽ അയാൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. ഈ ഡേറ്റ് മിസ്സായാൽ ലാലിൻ്റെ ഡേറ്റ് വേറെ കിട്ടില്ല. ഞാനിപ്പോൾ കുറച്ച് ബിസിയാണെന്നും ഡെന്നീസ് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു ചേഞ്ചോടുകൂടി തുടങ്ങിയതാണ് 20-ാം നൂറ്റാണ്ട്, എസ്.എൻ. സ്വാമി പറഞ്ഞു.